40 രൂപയ്ക്കാണ് ഇന്ത്യ പെട്രോൾ വാങ്ങുന്നത്. എന്നിട്ട് ഭൂട്ടാന് വിൽക്കുന്നത് 52 രൂപയ്ക്ക്, മ്യാൻമറിന് 55 രൂപയ്ക്കും, ശ്രീലങ്കയ്ക്ക് 64 രൂപയ്ക്കും, ബംഗ്ലാദേശിന് 60 രൂപയ്ക്കും, നേപ്പാളിന് 58 രൂപയ്ക്കും സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക്, അതായത് ഇന്ത്യക്കാർക്ക് വിൽക്കുന്നതോ? എന്നിട്ട് പറയും ഭാരത് വിശ്വഗുരു ബെൻഗായ. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില എത്രയൊക്കെ കുറഞ്ഞാലും ഇവിടെ ഇന്ത്യയിൽ ഇന്ധനവില 100 കടന്ന് കുതിക്കുകയല്ലേ. സാധാരണക്കാരന്റെ പോക്കറ്റ് ചോർത്തുന്ന ഈ പെട്രോൾ കൊള്ളയ്ക്ക് പിന്നിലെ യഥാർത്ഥ കളി എന്താണ്? കേട്ടാൽ ഞെട്ടുന്ന ഒരു സത്യമുണ്ട്. ഇന്ത്യയിൽ നിന്നും ശുദ്ധീകരിച്ച പെട്രോളും ഡീസലും നമ്മുടെ അയൽ രാജ്യങ്ങളായ നേപ്പാളിലേക്കും ഭൂട്ടാനിലേക്കും ശ്രീലങ്കയിലുമൊക്കെ കേന്ദ്ര സർക്കാർ കയറ്റി അയക്കുന്നുണ്ട്. അവിടെയൊക്കെ ജനങ്ങൾക്ക് ഇതേ ഇന്ധനം ലഭിക്കുന്നത് നമ്മളെക്കാൾ എത്രയോ കുറഞ്ഞ വിലക്കാണ്. ആ സർക്കാരുകളൊന്നും കൊള്ള ടാക്സ് അവരുടെ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നില്ല. നമ്മളിൽ നിന്ന് ഈടാക്കുന്ന നികുതിയുടെ ഭാരമില്ലാതെ വളരെ കുറഞ്ഞ നിരക്കിൽ അയൽ രാജ്യങ്ങളിൽ ഇന്ധനം നൽകുമ്പോൾ സ്വന്തം നാട്ടിലെ ജനങ്ങളെ 110ഉം 15ഉം രൂപയ്ക്ക് വിറ്റ് പിഴിയുന്നതാണ് നമ്മൾ കാണുന്ന കേന്ദ്ര സർക്കാരിന്റെ ഈ ഇരട്ടത്താപ്പ്. എന്താണ് ഈ വില വ്യത്യാസത്തിന് പിന്നിലെ കാരണം? കോർപ്പറേറ്റ് താൽപര്യങ്ങളും സർക്കാരിന്റെ നികുതി കൊള്ളയുമല്ലേ ഇതിന് പിന്നിൽ? നമ്മൾ വിചാരിക്കുന്നത് പോലെയാണോ? വിപണിയിൽ വില കൂടുതലായതുകൊണ്ടാണ് ഇവിടെ വില കൂടുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഒരു ലിറ്റർ പെട്രോളിന്റെ യഥാർത്ഥ ബേസ് പ്രൈസ്, അത് റിഫൈനറി ചെലവുകളും ട്രാൻസ്പോർട്ടേഷനും എല്ലാം ഉൾപ്പെടെയുള്ള അടിസ്ഥാന വില എന്ന് പറയുന്നത് കേവലം 40 രൂപയാണ്. ഈ 40 രൂപയുടെ പെട്രോളിലാണ് കേന്ദ്ര സർക്കാരിന്റെ എക്സൈസ് ഡ്യൂട്ടിയും സംസ്ഥാന സർക്കാരുകളുടെ വാറ്റും ഡീലർമാരുടെ കമ്മീഷനും ഒക്കെ ചേർത്ത് 100% നികുതി ചുമത്തി ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നത്. അതായത് നമ്മൾ വാങ്ങുന്ന 1 ലിറ്റർ പെട്രോളിൽ പകുതിയിലധികവും സർക്കാരുകൾ എടുക്കുന്ന നികുതി മാത്രമാണ്. 75% നികുതി തന്നെ. ഇന്ത്യയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന അയൽ രാജ്യങ്ങളിൽ വില കുറയാൻ കാരണവും ഇത് തന്നെയാണ്. അവർ ഇത്തരത്തിൽ കൊള്ള നികുതി അവരുടെ ജനങ്ങളിൽ നിന്ന് വാങ്ങുന്നില്ല. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയിൽ ഈ ആഭ്യന്തര നികുതികൾ ഒന്നും ചുമത്താറില്ല. അതുകൊണ്ട് അവർ സ്വന്തം രാജ്യത്തെ കുറഞ്ഞ പ്രാദേശിക നികുതി മാത്രം ഈടാക്കി ജനങ്ങൾക്ക് വില കുറച്ചു കൊടുക്കുന്നു. വില കുറച്ചു കൊടുക്കുകയില്ല, അതിന്റെ ലാഭമെടുത്ത് ചെറിയൊരു ലാഭമെടുത്ത് കൊടുക്കുന്നു. ഇവിടെയാവട്ടെ സർക്കാർ നമ്മളെ ഊറ്റി പിഴിയുന്നു. ഇതിലും വലിയ കോർപ്പറേറ്റ് കളി നടക്കുന്നത് വില നിർണയത്തിലാണ്. മുൻപ് പെട്രോൾ വില നിയന്ത്രിച്ചിരുന്നത് സർക്കാരായിരുന്നെങ്കിൽ ഇന്നത് പൂർണ്ണമായും എണ്ണ കമ്പനികളുടെ കൈകളിലാണ്. അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയുമ്പോൾ അതിന്റെ ലാഭം ജനങ്ങൾക്ക് നൽകാതെ എണ്ണ കമ്പനികളും സർക്കാരും ചേർന്ന് വീതിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ കുറഞ്ഞ വിലക്ക് റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങി വലിയ ലാഭത്തിൽ വിദേശത്തേക്ക് കയറ്റി അയച്ച് കോടികൾ കൊയ്തത് ഇവിടുത്തെ വൻകിട സ്വകാര്യ റിഫൈനറികളാണ്. എന്നാൽ അതിന്റെ ഗുണമൊന്നും നമ്മൾ സാധാരണക്കാർക്ക് കിട്ടിയതേയില്ല. ഒരു വശത്ത് രാജ്യത്ത് തൊഴിലില്ലായ്മ അതിന്റെ പീക്കിലേക്ക് കയറിപ്പോകുന്നു. CJP ഒക്കെ ഇപ്പോ ഈ തരത്തിലാണ് ഇറങ്ങി ജനങ്ങൾക്കിടയിലേക്ക് വരുന്നത്. ജനങ്ങളുടെ കയ്യിൽ പണമില്ല, വാങ്ങൽ ശേഷി ഇടിയുന്നു. ഓരോ ദിവസവും ജീവിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് സാധാരണക്കാരൻ പാപ്പരായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറുവശത്ത് GDP ഉയരുന്നു എന്നും ആളോഹരി വരുമാനം വർദ്ധിക്കുന്നു എന്നുമുള്ള വൻകിട റിപ്പോർട്ടുകൾ കാണിച്ച് ഭരണകൂടം സ്വയം പുകഴ്ത്തുന്നു. കോർപ്പറേറ്റുകളുടെ ലാഭം കൂടുമ്പോൾ ഉയരുന്ന GDP നിരക്കുകൾ കാണിച്ച് താഴെത്തട്ടിലുള്ള 80 കോടിയും 120 കോടിയും വരുന്ന സാധാരണക്കാരുടെ പട്ടിണിയും സാമ്പത്തിക തകർച്ചയും മൂടിവെക്കാൻ കേന്ദ്ര സർക്കാരിന് എത്ര കാലം കഴിയും? സാമ്പത്തിക വിദഗ്ധർ ഇതിനെ വിളിക്കുന്നത് K-ഷേപ്ഡ് വളർച്ച എന്നാണ്. അതായത് കോർപ്പറേറ്റുകൾ കൂടുതൽ സമ്പന്നരാകുകയും പാവപ്പെട്ടവൻ കൂടുതൽ ദരിദ്രനാകുകയും ചെയ്യുന്ന ആ ഒരവസ്ഥ.